ഇന്ത്യയിൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കൂടിയതാണോ എന്നുള്ള സംശയം അത് കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് CJPയുടെ സമരവും അതിനെ അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ന്യൂസുകളും മറ്റുമാണ്. പലയിടങ്ങളിൽ കാണാം മോദി മുട്ടുമടക്കി എന്നും പറഞ്ഞിട്ടാണ്, പലയിടങ്ങളിൽ തോറ്റു എന്ന് പറയാം, പലയിടങ്ങളിൽ പറയുന്നത് മോദിയുടെ കൈകൾ വിറച്ചു. അങ്ങനെയുള്ള ഹെഡക്കെട്ടോടുള്ള ന്യൂസും മറ്റു കാര്യങ്ങളും. അതേപോലെ തന്നെ BJP RSനെ അനുകൂലിക്കുന്നവർ CJP പാർട്ടിയിൽ നടന്നിട്ടില്ലെങ്കിൽ CJPയുടെ ആ പ്രൊട്ടസ്റ്റിൽ നടന്ന പല അതിക്രമങ്ങളും നമ്മുടെ ഈ മാധ്യമങ്ങളിലൂടെ, അതായത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ മുഖ്യ താരങ്ങളായ മാധ്യമങ്ങളൊന്നും നമ്മൾക്ക് കാണിച്ചിട്ടില്ല. അവരെപ്പോഴും CJPനെ സപ്പോർട്ട് ചെയ്തും BJPനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചും നമ്മൾ കാണേണ്ടതൊന്നും ആക്ച്വലി നമ്മൾ കണ്ടില്ല എന്നുള്ളത് വലിയൊരു സത്യാവസ്ഥയാണ്. ഇവിടെ നിന്ന് ഒരുപാട് പേര് എന്താ പറയാ, ആ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ നിന്നാണ് അവിടുത്തെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോയവരുണ്ട്. പലരും ജെൻസി വിഭാഗത്തിൽ പെടുന്നവരല്ല, പിന്നെ ഒരു രസത്തിന് പോകുന്നു, റീച്ച് ആവാൻ വേണ്ടി പോകുന്നു, അങ്ങനെ ഒരുപാട് അതിനെ അഭിസംബന്ധിച്ചാണ് നമ്മൾ അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഫേസ്ബുക്കിൽ ഒരു സ്ത്രീ പറയുന്നതാണ്, ദാണ്ട് ഈ സ്ത്രീ പറയുന്നതാണ്, ഒരു തോക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മോദിനെ വെടിവെക്കുമായിരുന്നു, കൊല്ലുമായിരുന്നു എന്നുള്ളത്. പിന്നീട് നിക്കക്കരണി ഇല്ലാണ്ട് അവർക്ക് 2 ദിവസം വീണ്ടും പുറത്തിറങ്ങിയിട്ടില്ല, അവർക്ക് യാതൊരു നിർവാഹവും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവർ മാപ്പ് പറഞ്ഞ് വന്നു. അത് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. അതിനുശേഷം പിന്നെ ചെറപറാന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുടെ ആ ഒരു, എനിക്ക് തോന്നുന്നു അതിവിടെ കൂടുതലായതുകൊണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. ജാൻമണി എന്ന ക്രിമിനൽ എന്ന് ഞാൻ പറയുള്ളൂ. ജാൻമണി എന്ന ക്രിമിനൽ അറിയപ്പെടുന്നത് ഫേമസ് എന്താ പറയുക, മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാണ് അല്ലേ. ആസംകാരിയാണോ കാരനാണോ ഏത് വകുപ്പാണെന്ന് ഇന്നും കൺഫേംഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ക്രിമിനൽ എന്ന് തന്നെ പറയുന്നു. ഈ പുള്ളിക്കാരി അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്താണ് പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു സാധാരണക്കാരനെ പോലും ചോദ്യം ചെയ്യാൻ കൊള്ളാത്ത രീതിയിലാണ് നമ്മുടെ, അതായത് ഒരു സാധാരണക്കാരൻ, അതായത് കാര്യമായിക്കോട്ടെ, എന്നെ പോലും ഒരിക്കൽ പോലും നിങ്ങൾ ആ രീതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. നമുക്ക് എത്ര അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ മാതൃത്വത്തിനെയും പൃഥ്വിനെയും ഒന്നും ചോദ്യം ചെയ്യാൻ ഒരാൾക്കും ഒരു അവകാശവും ഇല്ല, അതും പ്രത്യേകിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരിടത്താണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റിയിട്ട് വളരെ മേച്ചമായ രീതിയിലുള്ള സംസാരിച്ച ജാൻമണി. അത് കഴിഞ്ഞ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പിന്നെയും ജാൻമണി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റും. എന്നാൽ നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കേൾപ്പിക്കാൻ പറ്റാത്ത വേറെയും കുറച്ച് ആൾക്കാരുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കൂടിയതിന്റെ കുഴപ്പമായിട്ട് അവർ പ്ലാറ്റ്ഫോമിലിട്ട അല്ലെങ്കിൽ ചില വോയിസ് റെക്കോർഡുകൾ എനിക്ക് ഇവിടെ പ്ലേ ചെയ്യാം. പക്ഷെ പകുതും ബി 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 കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം അമ്മാതിരി തെറിയ വിളിക്കുന്നത്. അമ്മാതിരി തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് വിമർശിക്കാം. വിമർശന സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉള്ള ഒരു നമ്മുടെ നാടാണെന്ന് നമ്മൾ എപ്പോഴും നാഴിക നാപ്പോട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾ അഭിപ്രായം പറയൂ, നിങ്ങൾ വിമർശിക്കൂ, അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. ഇവിടെ അത് ആരാന്ന് ഞാൻ ആദ്യം തന്നെ പറയാം, നമ്മുടെ ഷെഫീന ബീബിയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. എല്ലാം ഒന്നുമല്ല, ചിലതൊക്കെ കാണാറുണ്ട്. എല്ലാ ദിവസവും എപ്പോഴും ഞാൻ അവരുടെ വീഡിയോസ് കണ്ടിന്യൂസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുമല്ല. എന്നാൽ അത്രയ്ക്ക് കുറച്ച് എന്താ പറയുക, നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്ന വീഡിയോസ് ഞാൻ കാണാറുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ തോന്നും ഇവരുടെ എല്ലാ വീഡിയോകൾക്കും ഞാൻ സപ്പോർട്ടല്ല. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പോലെ ചിന്താശേഷി എല്ലാവർക്കും ഉണ്ട്. അവരുടെ പല കാര്യങ്ങൾക്ക് എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടുണ്ട്, ചിലത് എനിക്ക് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അവരെ എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി അല്ല. എന്നാൽ ഇപ്പൊ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമല്ല, അവരെ ഞാൻ പറയാണ്, സത്യസന്ധമായിട്ട് പറയാണ്, നമ്മൾ താമസിക്കുന്ന എവിടെയാണ്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ് അല്ലെ. ഇവിടെ താമസിക്കുന്ന നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. മറ്റുള്ള രാജ്യങ്ങളുടെ അത്രയും കടുത്ത റൂൾസ് അല്ലെങ്കിൽ പോലും നമ്മൾക്ക് ഇവിടെയും ഉണ്ട്. അതുപോലെ നമ്മൾക്ക് മാന്യമായി പാലിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ എന്നെ വിമർശിച്ചാലും നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾക്ക് ലിമിറ്റേഷൻ ഉണ്ടാവണം. എൻ്റെ മാനത്തെ കേടുപാടുകൾ വരുത്തുന്ന രീതിയിലുള്ള ഒരു വിമർശനം നിങ്ങളിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കേസ് കൊടുക്കാനും എല്ലാ തരത്തിലുള്ള നിയമ സജീവമാണ്. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഈ സ്ത്രീക്കെതിരെ പലരും പല കേസ് കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങൾ ഇവര് കോടതിയുമായിട്ട് കയറി ഇറങ്ങുന്ന സ്ത്രീയാണ്. അതുപോലെ ഇവര് ഭിന്നശേഷി ഗണത്തിൽപ്പെടുന്ന എല്ലാം ശരി. ഇവരൊക്കെ എത്ര ഭിന്നശേഷി ഗണത്തിൽപ്പെടുന്നവരാണെങ്കിലും ഇവരുടെ നാക്കിന് ഭിന്നശേഷിയില്ല. അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ വോയിസ്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഇത്രയും മേച്ചമായിട്ട് ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുമോ? അതും പറയുന്നത് തോക്ക് കിട്ടിയ നരേന്ദ്രമോദിനെ വെടിവെക്കും, പറ്റുവാണെന്നുണ്ടെങ്കിൽ ബോംബിടും, പിന്നെ ആ ഭാഗ, അതായത് മലയാള അക്ഷരം എത്രയുണ്ടോ
അത്രയും കൂടെ കൂട്ടി ചേർത്ത് വെറുതെ അങ്ങ് വിളിക്കുകയാണ് ചീത്തയും തെറിയൊക്കെ. ഇത് കേട്ടിട്ട് നിങ്ങൾ പറ, നിങ്ങൾ എല്ലാവരും തന്നെ മോദി സപ്പോർട്ടർ അല്ല, മോദി വിരുദ്ധരുണ്ട്, മോദി സപ്പോർട്ടറുണ്ട്. അതല്ല അവിടെ ഇവിടെ നിൽക്കുന്നവരുണ്ട്, ഏകപക്ഷീയമായ കാര്യങ്ങൾ സംസാരിക്കുന്നവരുണ്ട്, അവനവന്റെ ചിന്താശേഷിക്കനുസരിച്ച് അവരുടെ ശരി സംസാരിക്കുന്നവരുണ്ട്. എല്ലാവരും ഉണ്ടെങ്കിലും ഈ ഒരു വോയിസ് റെക്കോർഡ് കേട്ടിട്ട് നിങ്ങൾ തന്നെ പറ, ഈ സ്ത്രീ ഇങ്ങനെ സംസാരിക്കാൻ കൊള്ളാമോ? ഇവരുടെ എല്ലാം ഇവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലത്. ഇവരുടെയൊക്കെ മൈൻഡിൽ ഫുള്ള് ക്രിമിനൽ മൈൻഡാണ് ഇവരുടേത്. അത് ഫുള്ള് ക്രിമിനൽ മൈൻഡാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ തോക്കെടുക്കാനും ബോംബ് എടുക്കാനും കുഴി ബോംബ് വെക്കാനും ഒക്കെ പറ്റുള്ളൂ. അവനെ പോലെ ഒരു ലോകത്തില്ല. അവനെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് കിടക്കുന്നവരാ, തള്ളയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാ, സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവനാ മോദിയെ ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുന്നത്. അവനെ പോലെ ഒരു ലോകം കണ്ട ഏറ്റവും കണ്ട ഫ്രോഡാണ് മോദി. അങ്ങനെയൊക്കെ തോന്നൂടെ? പലതന്തയ്ക്കൊണ്ട് അങ്ങനെയൊക്കെ തോന്നൂടെ? അല്ല, അത് കൊള്ളണവിടെ? അത് കൊള്ളണ്ടേ? ഞങ്ങളൊക്കെ ഒരു തന്തയൊക്കെ ഉള്ളവരാണ്. തന്ത ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ പിണങ്ങിയൊക്കെ പോയായിരിക്കും. പക്ഷെ പല തന്തയ്ക്കുണ്ടാക്കിയ അറാം കുട്ടികളാണ് അവനെ ഊക്കിക്കൊണ്ട് കിടക്കുന്നത്. തള്ളയാലും കുഴപ്പമില്ല, മോദിയാണ് എന്റെ തന്തയെന്ന് പറയുന്നവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അതെങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്ന ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സുപ്രീം കോടതി കൊള്ളത്തില്ല. അവനവന്റെ മോദിയുടെ പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, സുപ്രീം കോടതി കൊള്ളാം. നല്ല ഒന്നാം തരം അവൻ. എന്റെ കാര്യം പറയല്ലേ? അത് പറഞ്ഞ തത്തയ്ക്ക് വിളിക്കല്ലേ? ഞങ്ങൾ തിരിച്ചും പറയും. എന്റെ അടുത്ത് പറഞ്ഞ ആളുകളെ വെടിവെച്ചും കുത്തി കൊല്ലുന്ന പട്ടി അടുത്ത് ഈ ഏരിയയിൽ അങ്ങ് വന്നു വരുന്നു പറ. അവന്റെ ബാലാട്ടി പട്ടികൾ വന്നാൽ അവരെ ഇതേ അവസ്ഥ തന്നെയാണ്. തന്തയ്ക്ക് പറയും. നിങ്ങൾ അമ്മയെ കുത്തി കൊടുത്ത പല തന്തയ്ക്കുണ്ടായ ഇങ്ങനെയൊക്കെ തോന്നൂടെ? ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറില്ലടേ. ഈ കൊല്ലാനാണെങ്കിൽ ബോംബ് വയ്ക്കാൻ ഞാൻ തയ്യാറില്ലടേ. നമ്മൾ ആരെ പറ്റിയിട്ടാണ്? ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം സ്ട്രേറ്റ് ആയിട്ട് പറയാണ്, ഞാൻ ഒരിക്കലും BJP-നെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോൺഗ്രസിനെ ഒരു കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല, അങ്ങനെ സംസാരിക്കാനും വന്നതല്ല ഞാനിവിടെ. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നേ പറയുന്നു, നല്ല കടുത്ത കമ്മ്യൂണിസ്റ്റ്, നല്ല കടുത്ത കോൺഗ്രസ്സുകാരൻ, ഈ രണ്ട് ഗണത്തിൽപ്പെടുന്നവരും എവിടെയുണ്ട്? ഇന്ത്യൻ ആർമിയിലുണ്ട്. അവരോട് നിങ്ങൾ ഒരു തവണ ചോദിച്ചാൽ മതി, 2014 ശേഷമുള്ള ഇന്ത്യയും അതിനു മുമ്പുള്ള ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം, ഇന്ന് നമ്മുടെ പവർ എന്താണ്, അത് ആര് നേടിത്തന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിക്കുണ്ടായ വ്യത്യാസം എന്തൊക്കെയാണ്, അവർക്കുള്ള പവർ എങ്ങനെയാണ് വന്നത്, ഇതവർ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. സത്യസന്ധമായിട്ട് അവർ പറയും കാര്യങ്ങൾ. എത്ര കോൺഗ്രസ്സുകാരനായിക്കോട്ടെ, എത്ര കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ, അവർ പറയും തങ്ങൾക്കൊരു ജാക്കറ്റ്, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലും കൃത്യമായിട്ട് കിട്ടിയത് മോദി ഭരണത്തിൽ വന്ന ശേഷമാണ്. തല്ലുന്നവരെ തിരിച്ചു തല്ലാൻ പെർമിഷൻ തരണ്ട, നിങ്ങൾ ചെയ്തോ, എന്നോട് പെർമിഷൻ ചോദിക്കണ്ട, നമ്മുടെ കുടുംബത്തിൽ കയറി കളിക്കുന്നവർക്ക് തിരിച്ച് പണി കൊടുത്തോ, എന്നോട് ചോദിക്കണ്ട എന്നുള്ള ഒരു പെർമിഷൻ കൊടുത്താൽ മോദിയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കിടപ്പുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്. നമ്മുടെ ബോംബെയിലെ താജ് ഹോട്ടൽ അല്ലേ, അവിടെ ഒരു ആക്രമണം നടന്ന ശേഷം തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? അമേരിക്കക്കാര് പറഞ്ഞു വേണ്ട, അന്നേരം വേണ്ട. പക്ഷെ ഇന്ന് അങ്ങനെ അല്ലല്ലോ. ഒരടി ഇങ്ങോട്ട് കിട്ടുമ്പോൾ അതിന് പലിശയും കൂട്ടുപലിശയും കൂടെ ചേർത്ത് പിന്നെ മുതലും കൂടെ ചേർത്ത് 10 തിരിച്ചു കൊടുക്കുന്നത്. ഒരു അമേരിക്കക്കാരന്റെ പെർമിഷൻ വാങ്ങിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. CJP-യുടെ ആദ്യത്തെ പ്രൊട്ടസ്റ്റ് അവരെന്തിന്റെ പേരിലാണ് തുടങ്ങിയത്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതിനകത്തൊരു തഴമ്പുണ്ടായിരുന്നു, കാര്യമാണ്. ചോദ്യപേപ്പർ ചോർച്ച, കഷ്ടപ്പെട്ട് പഠിക്കുന്നവരെന്നാ മണ്ണുണ്ണികള്, ബാക്കിയുള്ളൊരു പൈസ കൊടുത്ത് ചോദ്യപേപ്പർ മാത്രം പഠിച്ചോണ്ട് പോയിട്ട് എഴുതുക. കഷ്ടപ്പെടുന്നവർക്ക് യാതൊരു വിലയില്ലാണ്ടാവുക. അത് കറക്റ്റായിട്ട് അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം. അത് വേണം. അതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്താൽ ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന വൃത്തികേടിനെതിരെ നിങ്ങൾ നടത്തുന്ന പ്രൊട്ടസ്റ്റിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് അതിന്റെ 10ാം ദിവസം നിങ്ങൾ നടത്തിയ കല്ലേറിനെയല്ല, സ്ത്രീ പീഡനത്തിനെയല്ല. ആ വഴിയും പെണ്ണുങ്ങളെ പിടിക്കാൻ പോയി അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. ഇന്നും എന്തിനാണ് പല മലയാളികൾ, ഞങ്ങൾ ആസാമിൽ പോകാൻ വന്നവരാണ്, അല്ലെ ഞങ്ങൾ കാശ്മീർ, ഞങ്ങൾ ടൂർ പോകാൻ വേണ്ടി വന്നവരാണ്, പിന്നെ ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ അവർക്ക് അറിയില്ല അവിടെ എന്തോ നടക്കുന്നതെന്ന് പോലും. പലരും ജൻസികളേ അല്ല, അതാണ് സത്യാവസ്ഥ. അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് വണ്ടി കയറി അവിടെ ചെന്ന് അവിടെ ഉള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പോയവരോടുള്ള ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്ലക്കാർഡുമായിട്ട് കുറേ പേര് ഇരിപ്പുണ്ട്. എന്ത് PSCക്ക് ഇമ്പോർട്ടൻസ് ഇല്ലേ? നീറ്റിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ, PSCക്ക് ഇമ്പോർട്ടൻറ്റ് ഇല്ലേ? അവരും വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പല എക്സാം എഴുതി,
1 വർഷം കഷ്ടപ്പെട്ടാണ് അവർ നീറ്റ് എഴുതുന്നെങ്കിൽ 1 വർഷത്തിലെ എത്ര PSC ടെസ്റ്റ് ഉണ്ടോ അത്രയും PSC ടെസ്റ്റ് എഴുതി അതിനുവേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവർ ജോലിയും എടുത്ത് നൈറ്റ് വന്നിരുന്നു പഠിച്ച് ചിലടത്ത് PSC കോച്ചിങ്ങിനും പോയി അത്രയും കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ജോലിയുമില്ല കൂലിയുമില്ല ഒന്നുമില്ല ലിസ്റ്റിൽ ഇങ്ങനെ വെച്ചിട്ട് തോന്നുന്ന 1 വർഷം വരുമ്പോൾ അവരതങ്ങ് ക്യാൻസൽ വീണ്ടും അടുത്ത് എഴുതിപ്പിക്കുന്നു. നിയമനമില്ല ഒന്നുമില്ലാണ്ട് കഷ്ടപ്പെടുകയാണ്. അവരവിടെ സമരം ചെയ്യുന്നു. ആ സമരത്തിന് എത്ര പേര് പിന്താങ്ങിപ്പോയി, എത്ര പേര് ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തു, മണ്ണ് വാരി തിന്നു, സമരം ചെയ്തു, മുടി മുറിച്ച് സമരം ചെയ്യുന്നു, അങ്ങനെ മുട്ടയിൽ നിന്ന് സമരം ചെയ്തിട്ട് ഒരാള് രഞ്ജിനി ഹരിദാസിന് ഇത് പറ്റത്തില്ലേ? രഞ്ജിനി ഹരിദാസിന് അവിടുത്തെ നീറ്റുകാരെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കൊളാബ് ചെയ്യാൻ അവർ മാത്രമേ കൊളാബ് വന്നുള്ളൂ അല്ലേ? പേർലിമാണി പിന്നാണെങ്കിൽ സപ്പോർട്ടായതും ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ചെയ്ത നല്ല കാര്യം ഒക്കെ ഉണ്ട്. ഞാൻ പേർലിമാനോട് ചോദിക്കുന്നത്, പേർലിമാനിക്ക് എന്തേ PSCക്ക് വേണ്ടി അവരുടെ ആ ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ? അവിടെ നടക്കുന്ന സമരത്തിന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ? ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇത് കാണുന്നില്ലേ? അങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് പോകാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഒരു AC 3rd ACക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ 2800 3000-അടുത്ത് ടിക്കറ്റ്, പിന്നെ 3 ദിവസം ചെലവ്, ഫ്ലൈറ്റ് ആണെങ്കിൽ 6000 രൂപ. ഇവിടുന്ന് 150 രൂപ പോലും പോട്ടെ, ഒരു 500 രൂപ, അത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തിന് 500 കൂട്ടിക്കും ബസ്സിൽ. അല്ല നിങ്ങൾ വന്ദേ ഭാരത് ആണെങ്കിൽ 1000 കൂട്ടിക്കും. ആ ഡൽഹിക്ക് പോകുന്നതിന്റെ 4 ആവുന്നുള്ളൂ. ആരെങ്കിലും വണ്ടിയും ഫ്ലൈറ്റും പിടിച്ച് അവിടെ ചെന്നോ? അവരെ ആ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ചെന്നോ? ഇല്ലല്ലോ. ഒരു മനുഷ്യരവിടെ ചെന്നിട്ടില്ല. ഘോരം പ്രസംഗിക്കുന്ന എത്രയോ പേര്. മോദിയെ തെറി വിളിക്കാൻ എല്ലാവർക്കും നാക്കിന്താ ഇത്രയും നീളവാ. ഷിഫീന, നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇവരേക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയോ? അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജയിലിനകത്ത് തന്നെ നല്ലൊരു മുറിയും കൊടുത്ത് ലാപ്ടോപ്പും കൊടുത്തങ്ങ് ഇരുത്ത്. അപ്പൊ കുറച്ചു നാൾ അവിടെ ഇരുന്ന് കഴിയുമ്പോഴേ ഇവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഇവരെ പിടിച്ചിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുക. എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം, നമുക്ക് എന്തൊക്കെ പറയാം, വേണം, വിമർശിക്കാം, റിയാക്ട് ചെയ്യാം. പക്ഷെ അതിനകത്ത് ഒരു എത്തിക്സ് ഉണ്ടാവണം. എത്തിക്സ് ഇല്ലാത്ത എന്ത് സ്വാതന്ത്ര്യത്തിന് വില? എനിക്കത് മനസ്സിലാവുന്നില്ല. നമുക്ക് എന്താ പറയാ, നമ്മൾ ചില സമയത്തൊക്കെ ആലോചിക്കാറുണ്ട്, ഇതൊക്കെ എന്ത് ജീവികളാണ്. വല്ലാത്ത ജീവികളാട്ടോ, വല്ലാത്ത ജീവികൾ. അപ്പൊ എൻ്റെ കൂട്ടുകാരെ, നിങ്ങളും തന്നെ ഒന്ന് പറയണം എൻ്റെ അടുത്ത്, ഈ പറയുന്ന ഓരോരോ വ്യക്തികൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ശരിയാണോ? അങ്ങ് നീറ്റിന് വേണ്ടി ഡൽഹി മാത്രം സപ്പോർട്ട് ചെയ്താൽ മതിയോ? നമ്മുടെ തിരുവനന്തപുരത്തും കിടന്ന് കുറേ പേര് സമരം ചെയ്യുന്നുണ്ട്. ഏതാ? PSCക്ക് എന്താ ഇമ്പോർട്ടൻസ് ഇല്ലേ? അതൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പം നിങ്ങളുടെ അഭിപ്രായവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, സബും ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.